ഒരു പ്രസംഗത്തിന്റെ ഭാഗമായി വന്നു. അതാണ് നമ്മുടെ നാട് എന്ന് തിരിച്ചറിയണം. അത് ഗായ്സ് നോക്കൂ, വെള്ളാപ്പള്ളി നടേശനെ പിന്തുണച്ചുകൊണ്ട് ഇന്നലെ ആലപ്പുഴയിൽ മുഖ്യമന്ത്രി രംഗത്തെത്തിയ ഒരു വാർത്തയുണ്ടായിരുന്നു. ഗായ്സ് നോക്കൂ, വെള്ളാപ്പള്ളി നടേശൻ മതേതരത്വ നിലപാട് ഉള്ള ഒരു മനുഷ്യനാണെന്നും അദ്ദേഹത്തിൻ്റെ ചില പോരായ്മകളാണ് ഇങ്ങനെയുള്ള പ്രസ്താവനകൾ സൂക്ഷിക്കണമെന്നൊക്കെ മുഖ്യമന്ത്രി പറയുകയുണ്ടായി. ഗായ്സ് നോക്കൂ, തീർച്ചയായും വെള്ളാപ്പള്ളി നടേശൻ്റെ ഭാഷ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകൾ തീർത്തും തെറ്റായ ഒരു സമീപനമാണ് സമൂഹത്തിന് നൽകുന്നതെന്നുള്ളത് തെറ്റാണ്. കാര്യം മലപ്പുറം പരാമർശം വളരെയധികം കോൺട്രവേഴ്സി നിറഞ്ഞ, വളരെയധികം മതവിദ്വേഷം നിറഞ്ഞ ഒരു പ്രസ്താവനയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇതിനു മുമ്പും അദ്ദേഹം ഇങ്ങനെയുള്ള പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ട്. കാരണം BDJS-ൻ്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ടും BJPയും BDJS-ഉമായി ഒന്നിക്കുന്നൊരു സാഹചര്യത്തിലും അദ്ദേഹത്തിൻ്റെ ഒരുപാട് പ്രസ്താവനകൾ ഇപ്രകാരമുള്ള ഉണ്ടായിട്ടുണ്ട്. കാര്യം ഹിന്ദുക്കളെക്കുറിച്ചങ്ങ് ഡയലോഗ് അടിക്കുന്ന ഒരുപാട് ഡയലോഗ് നമ്മൾ കേട്ടതാണ്. സ്മൃതി, ഇന്നിപ്പോൾ മലപ്പുറത്ത് അദ്ദേഹം നടത്തിയിരിക്കുന്ന പ്രസ്താവന പ്രേക്ഷകരുടെ അറിവിലേക്ക് 3 വരികൾ ഞാൻ വായിക്കാം. മലപ്പുറത്ത് സ്വതന്ത്രമായി വായു ശ്വസിച്ചും സ്വതന്ത്രമായി അഭിപ്രായം പറഞ്ഞും നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കും എന്നെനിക്ക് തോന്നുന്നില്ല. മലപ്പുറം പ്രത്യേകതരം രാജ്യമാണ്, പ്രത്യേക ചില ആളുകളുടെ സംസ്ഥാനമാണ്. വെള്ളാപ്പള്ളി നടേശൻ ഹിന്ദുക്കൾ അംഗസംഖ്യക്കുട്ടണമെന്ന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. എല്ലാ മേഖലയിലും ഹിന്ദുക്കൾ പ്രാതിനിധ്യം ഉറപ്പാക്കണമെന്ന് വെള്ളാപ്പള്ളി പറഞ്ഞു. കാസർഗോഡ് സമത്വ മുന്നേറ്റ യാത്രയിലാണ് അദ്ദേഹത്തിന്റെ പരാമർശം. നമുക്ക് അർഹതപ്പെട്ട പങ്കാളിത്തം കിട്ടണം. ഈ അർഹതപ്പെട്ട പങ്കാളിത്തം ലഭിക്കണമെങ്കിൽ നമുക്ക് അതിനുള്ള പ്രാതിനിധ്യം കിട്ടണം. നമ്മൾ കുറഞ്ഞു വരുന്നു, നമ്മൾ കുറയ്ക്കരുത് എന്നാണ് ഈ ചടങ്ങിൽ പങ്കെടുത്തതിനോട് എനിക്ക് വിയോജിപ്പില്ല. അടുത്തിടെയുണ്ടായ വിവാദം ഒരു രാഷ്ട്രീയ പാർട്ടിക്കെതിരെ പറഞ്ഞതാണ്. ആ പാർട്ടിക്ക് വേണ്ടി ചിലർ അത് തെറ്റായി പ്രചരിപ്പിക്കുകയായിരുന്നു. വിവാദ മലപ്പുറം വിദ്വേഷ പ്രസംഗത്തിൽ വെള്ളാപ്പള്ളിയെ ന്യായീകരിച്ചുള്ള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിശദീകരണം. അടുത്ത കാലത്ത് നിർഭാഗ്യകരമായ ചില വിവാദങ്ങൾ ഉയർന്നു വന്നു. എന്നാൽ വെള്ളാപ്പള്ളിയെ അറിയാവുന്നവർക്കെല്ലാം അറിയാം, അദ്ദേഹം ഏതെങ്കിലും ഒരു മതത്തിന് എതിരായി നിലപാട് സ്വീകരിച്ച ചരിത്രമുള്ളയാളല്ല എന്ന്. മതേതരത്വം പ്രഖ്യാപിക്കുകയും മതേതരത്വം മുഖമുദ്രയായി സ്വീകരിക്കുകയും ചെയ്യുകയും അതിന് വിരുദ്ധമായ രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആൾക്കാരെ വെള്ളപൂശാൻ ശ്രമിക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകൾ നടത്തുന്നത് ഒഴിവാക്കേണ്ടതാണ്. കാര്യം ഒരു തെറ്റ് എത്ര ന്യായീകരിച്ചാലും അത് ശരിയാകത്തില്ല. പ്രസ്താവനകളെല്ലാം കേരളമൊട്ടാകെ തന്നെ ചർച്ച ചെയ്തതാണ്. തീർത്തും ഒഴിവാക്കേണ്ട ഒരു പ്രസ്താവനയായിരുന്നു. അതിനെ വെള്ളപൂശുക എന്നുള്ളത് അതിന് വളരെ ബാലിശമായൊരു സമീപനമായിപ്പോയി. തീർത്തും ഒഴിവാക്കേണ്ട ഒരു പ്രസ്താവനയാണെന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ആവശ്യക്കാരന് ഔചിത്യമില്ല എന്ന് പറയണതല്ലേ സത്യം. സ്വവിഷ്ടമായ എണ്ണപ്പാടങ്ങൾ കണ്ടിട്ടാകാം വെള്ളപൂശിയത്. എന്തെങ്കിലും ആകട്ടെ.